സംസാരിച്ചു. താങ്കൾക്ക് ഇസ്ലാമിനകത്ത് അല്ലെങ്കിൽ മുഹമ്മദ് നബിയിൽ എന്തെങ്കിലും ധാർമ്മികത കാണാൻ പറ്റുന്നുണ്ടോ? ധാർമ്മികത കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ. കാണാൻ പറ്റുന്നുണ്ട്. രാവിലെ ഒരു സഹോദരനോട് ചോദിച്ച ചോദ്യം എന്താണെങ്കിലും താങ്കളോട് ചോദിക്കാം. അദ്ദേഹം ഒരു ഇസ്ലാമിക വിശ്വാസി അല്ലായിരുന്നു. ബ്രദറെ, ഈ ഉം. കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു 6 മാസം 7 മാസമുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, സ്പെഷ്യലി പെൺകുട്ടികളെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് മനസ്സിൽ ഒരു ചിന്ത വരുന്നത്? പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചിന്ത വരാനൊന്നുമില്ല. അതായത് ഓരോ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വയസ്സുണ്ട്, ഒരു പ്രായം. ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മെച്ചൂർ ആവും. ആ മെച്ചൂർ ആവണ കാലഘട്ടം വരെ അതല്ല നമുക്ക് ബ്രദറെ കുട്ടികൾക്ക് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചേ. തോന്നണമെന്നില്ല. ഞാൻ ചോദിച്ചത് ഈ ഒരു 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 വയസ്സ് 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നോക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചിന്തയൊന്നും വരത്തില്ല. പക്ഷേ ഇല്ല കുഞ്ഞ് ഇല്ല ഇല്ല. നല്ല ക്യൂട്ടായിട്ടുള്ള കൊച്ചാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അത്രയല്ലേ ചിന്ത വരത്തുള്ളൂ. അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഈ കൊച്ചു കുഞ്ഞിനെ നോക്കിയിട്ട് ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഇവള് വലിയതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവളെ കെട്ടും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു മാനസിക നില എന്തായിരിക്കും? ആ ഒരു കുട്ടി വലുതായി കഴിഞ്ഞാൽ കെട്ടും. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലൊന്ന് വരാം. അതായത് ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഉം. എന്നുള്ളത് ഒരു ചെറിയ 2 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ കാണുമ്പോൾ ഒരാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പക്ഷെ ആ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ കുട്ടിയെ ആ, വിവാഹം കഴിക്കാൻ പ്രായമാകുന്ന ഒരു പ്രായത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുക, അതല്ല ഉദ്ദേശിച്ചത്. അല്ല ബ്രദറെ, ഇപ്പം പിന്നെ ഈ കുട്ടി ഇപ്പം മുട്ടിലിഴയാണ്. ആ കുട്ടി ഇപ്പം ഈ നോക്കുന്ന ആളിന് 10-50 വയസ്സ് ഓൾറെഡി ഉണ്ട്. എന്നിട്ട് ഓക്കെ. ഈ കുട്ടി വലുതായി കഴിയുമ്പോൾ ഞാൻ ഇവളെ കെട്ടും എന്ന് ചിന്തിക്കുന്ന ആ ആളിന്റെ മാനസിക നില, മനോഭാവം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പൊ ഒരു ചെറിയ 2 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയെ നോക്കുന്നതിലൂടെ ഒന്നും തോന്നാനില്ല. ഒരാളെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായ ഒരു നോർമൽ മൈൻഡുള്ള ഒരാൾക്കൊന്നും തോന്നാനില്ല. അതേസമയം ആ കുട്ടി വളർന്ന് വലുതാകുമ്പോഴുള്ള വിഷയം, അതായത് കുട്ടി വലുതായി മെച്ചൂറായി ഒരു വിവാഹം കഴിക്കേണ്ട ഒരു പ്രായമായി എത്തിക്കഴിയുമ്പോൾ ആ കുട്ടി വിവാഹം കഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കും എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു വൈകാരിക മനോഭാവത്തോടെ ആണോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആ കുട്ടിയുമായിട്ട് ഉള്ളതുകൊണ്ടല്ലേ? ബ്രദറിന് എന്ത് തോന്നുന്നു താങ്കളുടെ വീട്ടിൽ താങ്കളുടെ ഉം. എനിക്കറിയത്തില്ല ബ്രദറിന്റെ പ്രായം എത്രയാണെന്ന്. ഞാനൊന്ന് ഊഹിച്ചെടുക്കാം. 30 എനിക്ക് കൂടുതൽ പ്രായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല ഇല്ല, മുപ്പത്തി ഓക്കെ. കൂടുതൽ 27. അപ്പം 27. അപ്പൊ താങ്കളുടെ പിതാവിന് ഒരു 50 വയസ്സിൽ കൂടുതൽ കാണും, അല്ലെങ്കിൽ അതിൽ കുറവേ കാണത്തുള്ളൂ. 45-50 വയസ്സ്. ആ വയസ്സുള്ള ഒരു താങ്കളുടെ പിതാവ് ഒരു കുട്ടിയെ തൊട്ടിലിൽ ആരുടെയെങ്കിലും വീട്ടിൽ പോയി അവിടെ ഒരു 2 വയസ്സുള്ള കൊച്ചിനെ കാണുകയാണ്. ഈ ആ കൊച്ച് വലുതായി കഴിഞ്ഞാൽ ഈ കൊച്ചിനൊരു വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഒരു 6-7-8 വയസ്സായി കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഇവളെ കെട്ടും, ഇവളെ നിക്കാഹ് കഴിക്കും എന്ന് താങ്കളുടെ മുൻപിൽ വെച്ചിട്ട് പിതാവ് ഇങ്ങനെ പറഞ്ഞാൽ താങ്കളുടെ ആ അല്ല, പിതാവിനോടുള്ള ഞാന് മനോഭാവം, ആ ചിന്താഗതി എന്തായിരിക്കും? അതിന്റെ ഇടക്ക് പറഞ്ഞ ഒരു വിഷയം ഞാൻ ഒന്ന് കോട്ട് ചെയ്തോട്ടെ. അതായത് ഈ 6, 7, 8 വയസ്സെന്ന് ഉദ്ദേശിച്ചല്ലോ. ഉം. ഇസ്ലാമിക വിവാഹപ്രായം 7, 8 വയസ്സാണ് എന്ന് പറയാൻ കാരണം എന്താണ്? വെറുതെ പറഞ്ഞാണോ അത്? ഇസ് സൂറ 65-4. കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞ ആ സൂറ സൂറൊന്ന് പറഞ്ഞു. 60 അല്ലല്ല സൂറ 65-4 അനുസരിച്ച് ഒരു മുസൽമാന് 1 മാസമായ 2 മാസം 1 ആഴ്ചയായ കൊച്ചുമായിട്ടും നിക്കാഹ് കഴിക്കാം. ആ അത് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് വിവാഹം കഴിക്കാം എന്നേ ആ ഉള്ളൂ. ആയത്ത് അത് അറിയാമോ അതിനപ്പുറം താങ്കൾക്ക്? ആയത്ത് അറിയാമോ താങ്കൾക്ക്? ചോദിക്കും, നിങ്ങൾ ഓദിക്കും, ഞാൻ എന്റെ അർത്ഥം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഓദിക്കും. ബ്രദർ, ആ ആയത്തൊന്ന് വായിച്ചേ, അല്ലെങ്കിൽ ഇല്ല അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ Nazim bhai, പറഞ്ഞ ആയത്ത് Nazim bhai, പറഞ്ഞോ. Nazim bhai, changing the topic. You are not going there now. Stick on to what you have been discussing. ഞാൻ ഡിസ്കസ് ചെയ്തത് ഈ ഒരു കുട്ടിയെ ആ, കാണുമ്പോൾ താങ്കളുടെ പിതാവിന് ഉം, ഒരു 10-50 വയസ്സുണ്ട്. ഈ കുട്ടിയെ കാണുമ്പോൾ ഓക്കെ. ഈ കുട്ടി വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവളെ കെട്ടും എന്ന് പറയുന്നത് ആ പിതാവിന്റെ മാനസിക നില ശരിയാണെന്നാണോ താങ്കൾ പറയുന്നത്? എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വലുതായി കഴിഞ്ഞിട്ട് അവളെ കെട്ടുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു മാനസിക നില ഒരു മനുഷ്യന്റേത് ശരിയാണോ? ഒരു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അങ്ങനെയാണോ യൂഷ്വലി മുസ്ലിം സമുദായത്തിൽ ആൾക്കാർക്ക് തോന്നുന്നത്? എനിക്കറിയത്തില്ല ബ്രദറെ. നോർമൽ അല്ല അത്. ഒരു അതുകൊണ്ടാ ചോദിച്ചത്. വിഷയം പറയാം. അതായത് യൂഷ്വലി സാധാരണ ഒരു കുട്ടിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും
ആരും അങ്ങനെ ചിന്തിക്കാറുമില്ല, ആരും അങ്ങനെ പറയാറുമില്ല. അപ്പൊ സാധാരണ അങ്ങനെ യൂഷ്വലി ഞാൻ ബ്രദറെ, പറയണത്. അത് പിന്നെ ശരിയാ, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ? അങ്ങനെ സപ്പോസ് ഇനി ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഈ കുട്ടി സപ്പോസ് അല്ല വലുതായി ബ്രദറെ, കഴിഞ്ഞു, അങ്ങനെ അതായത് അങ്ങനെ ആ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എല്ലാ ആ, മുസൽമാനും പിന്തുടരുന്ന ഉത്തമ മാതൃക എന്ന് പറയുന്ന ഉം. മുഹമ്മദ് നബി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസിക നില എന്താണ്? ശരി, ഞാൻ അതിന് മുമ്പ് ഒരു വിഷയം ഒരു കോട്ട് ചെയ്യാം. അതായത് മുഹമ്മദ് നബിയെ ഒരു മുസ്ലിം കാണുന്നത് അല്ല ബ്രദറെ, കേവലം ഒരു ഇങ്ങനെ സാധാരണ ഒരു ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനായിട്ടല്ല. ബ്രദറെ, അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഉം പറഞ്ഞത്. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്നത് മറ്റുള്ളവർ ചിന്തിക്കുന്നത് നമ്മൾ ഡിഫറൻസ് ഞാൻ പറയുന്നത്. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കുന്നത് കേവലം എന്നെ നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യനായിട്ടല്ല, അദ്ദേഹം ദൈവത്തിന്റെ പ്രവാചകനായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ സവിശേഷതകളും ശ്രേഷ്ഠതകളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവര് ചിന്തിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ഡിഫറൻസ് ആണ്. അത് മനസ്സിലായോ? ആ, മനസ്സിലായില്ലേ? അപ്പോ ഞങ്ങളെ ഒരു അല്ലല്ല മുസ്ലിമിനെ അല്ല ഒരു ജാക്കി ബ്രദറെ, ഒരു എനിക്ക് ഒരു മനസ്സിലായില്ല, ആ എനിക്ക് ഒന്നുകൂടെ മനസ്സിലായില്ല. എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യാം, പറയാം. ഒന്നുകൂടെ മനസ്സിലായി. ജാക്ക് കാരണം ആ, അല്ല അല്ല ഞാൻ പറയാം. നസറീനെ ആ, നസറീനെ പുള്ളിക്ക് പുള്ളി പറയുന്നത് വർഗീസച്ച ഇത് എടുക്കട്ടെ, പറഞ്ഞോളൂ ഇനിയും വരാനുണ്ട്, സാധനം വരാനുണ്ട്, ഇനിയും വരാനുണ്ട്. ജാക്ക് പുള്ളി ബ്രദറെ, പറഞ്ഞോളൂ എനിക്ക് മനസ്സിലായില്ല. വലുതായി കാരണം കഴിയുമ്പോഴേ സമ്മതിക്കല്ലേ പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞോളൂ അല്ലല്ല, വർഗീസച്ച ഇനിയും വരാനുണ്ട്, നിക്ക് ഇനിയും സാധനങ്ങൾ വരാനുണ്ട്. ജാക്ക് ബ്രദറെ, ഇപ്പം എനിക്ക് മനസ്സിലായില്ല. കാരണം മുഹമ്മദ് നബി ചിന്തിക്കുന്നത് പോലെ അല്ല നോർമൽ ഒരു മുസൽമാൻ ചിന്തിക്കുന്നത് മനസ്സിലായി എനിക്ക്. അപ്പൊ ഓക്കെ മുഹമ്മദ് നബി എല്ലാ മുസ്ലിങ്ങൾക്കും മാതൃകയാണ്, ഉത്തമ ഓക്കെ മാതൃകയാണ്. അങ്ങനെ ഓക്കെ. അദ്ദേഹം ചിന്തിച്ചാൽ ഓരോ മുസൽമാനും അങ്ങനെയാണോ ചിന്തിക്കേണ്ടിയത്? അല്ല, കാരണം ഇവിടെ അങ്ങനെയല്ല. ആ കാരണം കുട്ടി, ഞാൻ പറഞ്ഞുതരാം. ഒരു കൊച്ച് മുഹമ്മദ് മുട്ടിലഴയാണ്. ഈ ഉം, മുട്ടിലഴയുന്ന കൊച്ചിനെ നോക്കിയിട്ട് 53 വയസ്സുള്ള ഒരു വ്യക്തി പറയുകയാണ്, ഇവൾ വലിയതായി കഴിഞ്ഞാൽ ഞാൻ ഇവളെ നിക്കാഹ് കഴിക്കും. റെഫറൻസ് ആ, ഒന്നുകൂടെ പറയാം. ഇബൻ ഓക്കെ. ഇഷാഖ് സീറത്തുൽ റസൂലല്ല, ഇബൻ ഇഷാഖ് പേജ് നമ്പർ 311 ഉമ്മുൽ ഫാദി എന്ന ഒരു കുഞ്ഞിനെ നോക്കിയിട്ടാണ്, ആ മുട്ടിലിഴയുന്ന കൊച്ചിനെ നോക്കിയിട്ടാണ് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞത്. താങ്കൾ പറയുന്നത് അദ്ദേഹം നോർമൽ മനുഷ്യനെ പോലെയല്ലായിരുന്നു, അദ്ദേഹം ഒരു അമാനുഷിക മനുഷ്യനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു മാതൃകയായിട്ട് മുസ്ലിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അതാണ് താങ്കൾ പറയുന്നത്, ഞാനൊരു എടുക്കാൻ പറ്റുമെന്നാണ്. അതെ, ആണോ ഞാൻ അങ്ങനെ? പറയാം പറയാം. അത് നിങ്ങൾ പറഞ്ഞതിന് പറഞ്ഞോ. എക്സ്പ്ലനേഷൻ തരാം. മുഹമ്മദ് നബി ചെയ്ത എല്ലാ കാര്യങ്ങളെയും മുസ്ലിം മാതൃകയാക്കണം എന്നില്ല. മുഹമ്മദ് നബി മാതൃകയാക്കാൻ Nona, പറഞ്ഞ Nona, കാര്യം Nona, 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 lie പറഞ്ഞുതരാം. detected. ഐ ഇല്ല വിൽ ഇല്ല ഇല്ല ജസ്റ്റ് ഇല്ല ഇല്ല എക്സ്പ്ലെയിൻ. ഇല്ല ഐ ഇല്ല വിൽ ഇല്ല ഇല്ല ജസ്റ്റ് ഇല്ല നുണയാണ് എക്സ്പ്ലെയിൻ. പറഞ്ഞത്, നുണയാണ് പറഞ്ഞത്, ഐ നുണയാണ് വിൽ ആറ്റിറ്റ്യൂഡ് പറഞ്ഞത്, മാറല്ലേ ഐ ജെന്റിൽ വിൽ ബ്രദറെ, നുണയാണ് പറഞ്ഞത്, അതെടുക്കാം, എക്സ്പ്ലെയിൻ വിത്ത് സോൾ അതെടുക്കാം നുണയാണ് എവിഡൻസ്. വിഷയത്തിലേക്ക്. പറഞ്ഞത്, I ഓക്കെ, will നുണയാണ് explain അതെടുക്കാം. പറഞ്ഞത്. with sole Okay, evidence. bro, Please pause. just Please a minute. pause. വിഷയത്തിൽ Bro, സ്റ്റിക്ക് ചെയ്യണേ. gentle bro, yes, gentle bro, Zach bro, gentle bro. അത് mistake ആണ്, നമുക്ക് refute ചെയ്യാം, but let him say something more and let us be on the topic. ഞാൻ കുറച്ചും കൂടെ പറയട്ടെ, നമുക്ക് ടോപ്പിക്കിൽ തന്നെ നിൽക്കാം, നമ്മൾ ലൈവും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. സാക് ബ്രദറെ, മുഹമ്മദ് നബി ചെയ്ത എല്ലാ കാര്യത്തിലും മാതൃകയില്ല, അല്ലെങ്കിൽ ആ മാതൃക എടുക്കാൻ കഴിയത്തില്ല എന്നത് താങ്കൾ ഒരു ക്ലെയിം ആണ് വെച്ചത്. ജെന്റിൽ ബ്രദർ ഇടയ്ക്ക് ഇടപെട്ടത് ഞാനും ഇടപെടേണ്ടതായിരുന്നു. കാരണം ഒരു ക്ലെയിം വെക്കുമ്പോൾ അതിന്റെ ബാക്കപ്പ് ചെയ്യാനുള്ള ആയത്തോ ഹദീസോ വേണം. അതുകൊണ്ട് താങ്കൾ ആ ഹദീസ് ഉണ്ടെങ്കിൽ അത് പറയൂ. അതല്ല, മുഹമ്മദ് നബി കാണിച്ചു തന്ന ഈ മാതൃക എന്തുകൊണ്ട് നിങ്ങൾ പിന്തുടരുന്നില്ല, അതിൻ്റെതും താങ്കൾ തെളിവ് വെച്ചോളൂ. ഒന്നുകൂടെ പറയാം, ഞാൻ ഇവിടെ പറയുന്ന റെഫറൻസ് പോയിന്റ് ഇൻസിഡന്റ് ഉമ്മുൽ ഫാദിയെ പറ്റിയാണ്. അത് ഇബ്ൻ ഇഷാഖ് പേജ് നമ്പർ 311 മുഹമ്മദ് നബി ഒരു കൊച്ചു കുഞ്ഞിനെ, മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവൾ വലുതാകുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവളെ നിക്കാഹ് കഴിക്കും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ താങ്കൾ ഉത്തമ മാതൃകയായി കാണുന്നു. വളരെ നല്ല ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാതൃകകൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെ മാതൃകയില്ല. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കൊച്ചിനെ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ അവളെ സൗഖ്യമാക്കി തലീത്ത കൂമി എന്നാണ് വിളിച്ചത്. എ യങ് ഗേൾ എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മാതൃക ഇല്ലാത്തത് കൊണ്ട്, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി ഈ കാര്യത്തിൽ മാതൃക അല്ല
എന്ന് നിങ്ങൾ പറയുന്നത്? അതിന്റെ ഒരു റെഫറൻസ് പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് മുന്നിലോട്ട് പോവാം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഒന്ന് കേൾക്കാനുള്ളൊരു മൊത്തത്തിൽ കേൾക്കണം. വെറുതെ നുണാന്ന് പറഞ്ഞോ പറയാതെ പറഞ്ഞോ മൊത്തത്തിൽ പറഞ്ഞോളൂ കേൾക്കണം. ബ്രദറെ, പറഞ്ഞോ. ഓക്കെ. സാക് ബ്രോ കേൾക്കുകയാണ്, മുഹമ്മദ് ഞങ്ങൾ നബിയുടെ കേൾക്കുകയാണ്. മുഹ- സാക് ബ്രോ ഞങ്ങൾ കേൾക്കുകയാണ്. താങ്കൾ ഓക്കെ. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുന്നു. അതായത് ഖുറാൻ പ്രകാരം, ഞങ്ങൾ പഠിച്ചതിന് പ്രകാരം, ഞങ്ങൾ കണ്ടതിന് പ്രകാരം മുഹമ്മദ് നബിയാണ് ഉത്തമ മാതൃകയും എല്ലാ മനുഷ്യർ പിന്തുടരേണ്ടതും. ഓക്കെ, അപ്പോൾ താങ്കൾ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അതിനൊരു തെളിവ് മുന്നോട്ട് വെക്കണം. ആ ഓക്കെ, തെളിവാണ് ഞാൻ ഇവിടെ പറയാം. സഹോദരങ്ങൾ ചോദിച്ചത്. അപ്പോൾ ആ തെളിവ് ആദ്യം ജസ്റ്റ് പറഞ്ഞിട്ട് താങ്കൾ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ അതെ, താങ്കൾ ജസ്റ്റ് ഓക്കെ. ഞങ്ങളാണ് ഇവിടെ നുണ പറഞ്ഞതെന്ന് വരും. ഓക്കെ, ജസ്റ്റ് ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വിഷയം, മുഹമ്മദ് നബി അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു മുസ്ലിമിനെ മാതൃകയാക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ വിഷയം, മുഹമ്മദ് നബിയുടെ എല്ലാ വിഷയങ്ങളെയും മാതൃകയാക്കാൻ പറ്റുമോ? ഇങ്ങനെ രണ്ട് വിഷയങ്ങളാണ് മുന്നിൽ വച്ചിരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ വിഷയം, മുഹമ്മദ് നബിയുടെ എല്ലാ കാര്യങ്ങളെയും മാതൃകയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അതിന്റെ കാരണം എനിക്ക് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തരാം. നബി തങ്ങൾ 11 ഭാര്യമാരെ വിവാഹം കഴിച്ചു. ഒരു മുസ്ലിമിനും 11 ഭാര്യമാരെ വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. 4 ഭാര്യമാരിൽ കൂടുതൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് എവിഡൻസ് ആയിട്ട് പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓരോ മുസ്ലിമും ചെയ്യണം എന്ന് ഇസ്ലാമിലില്ല. രണ്ടാമത്തെ ഒരു വിഷയം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നബിതങ്ങൾ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോ ഉത്തമ മാതൃക, അതായത് അറബിയിൽ പറയുകയാണെങ്കിൽ ഉസുവത്തുൻ ഹസന എന്ന് ഖുർആന്റെ ഭാഷയിൽ പറയും. ഉസുവത്തുൻ ഹസന, വ്യക്തമായ ഉത്തമ മാതൃക. ആ ഉത്തമ മാതൃക വരുന്നത് ഏത് വിഷയത്തിലാണോ പിൻപറ്റാൻ പറഞ്ഞത് ആ വിഷയത്തിൽ പിൻപറ്റാനേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നബിതങ്ങൾ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു. ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിന് ഒരു ഒരു കുട്ടിയെ വിവാഹം കഴിക്കാൻ പ്രാപ്തമായൊരു പ്രായമുണ്ട്. ആ പ്രായത്തിലെത്തുന്ന കുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമുണ്ട്. അപ്പൊ അതനുസരിച്ച് ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിവാഹം ചെയ്യാം, അല്ലെങ്കിൽ ഈ കുട്ടിയെ വിവാഹം ചെയ്യും എന്ന് പറയുന്നത് കൊണ്ട് അവിടെ വിരോധമില്ല. ആ കുട്ടി ആ സമയത്ത് വിവാഹം ചെയ്യുന്നില്ലല്ലോ. പിന്നീട് ഈ കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞാൽ ആ കുട്ടി ആ സമയത്ത് ഞാൻ വിവാഹം കഴിക്കും എന്ന് പറയണമെങ്കിൽ അതിന്റെ ഇടയിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആ കുട്ടിയായിട്ട് ഉണ്ടായിക്കോളും. അല്ലാതെ എന്തായാലും ഒരാള് ഒരു വൈകാരിക മനോഭാവത്തോടുകൂടി, അതായത് ഒരു കാമാസുരനായിട്ട് ഒരിക്കലും ആ ഒരു സംസാരിക്കൂല. എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഇപ്പൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഇന്ന കുട്ടിയുമായിട്ട് വിവാഹം ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആ കുട്ടിയുമായിട്ട് ഉണ്ടാകണം, എങ്കിലേ അങ്ങനെ ഒരു വിഷയം പറയാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞൊരു വിഷയം, മൂന്നാമതായിട്ട് എന്തൊരു വിഷയം ചോദിച്ചല്ലോ, ഞാൻ മറന്നുപോയി. എന്തൊരു വിഷയം പറഞ്ഞു, ഒന്ന് മൈക്കോണാക്കി പറയുകയാണെങ്കിൽ നന്നായിരുന്നു. വേറെ എന്തോ ഒരു വിഷയം കൂടി ചോദിച്ചിരുന്നു. ഇത് രണ്ട് ഇവിടെ കാര്യങ്ങൾ ഒരു ക്ലിയർ ചെയ്തിട്ട് വിഷയവും പോരെ അടുത്ത ചോദിച്ചില്ല. വിഷയത്തിലോട്ട് പോകുന്നത്. എയർ ആക്ട് ആയിട്ട് ഇവിടെ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ജെന്റിൽമാൻ ഞാൻ നബി പറഞ്ഞ വിഷയം മനസ്സിലാവും. ആ ജെന്റിൽമാൻ നേരത്തെ ഇതാണ് നോണാന്ന് ഇതാണ് പറഞ്ഞത്. ഇതാണ് നബി ആ ഇതാണ് കുഴപ്പം. സി, ഇവിടെ താങ്കൾ കാര്യം ഞാൻ തന്നെ ഹലോ, ഫുള്ള് വോളിയം വെച്ചേക്കാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം, ചെയ്യാൻ പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഒരാൾ ചെയ്തതിന് ഇങ്ങനെ ഭംഗിയായിട്ട് എങ്ങനെ വെളുപ്പിക്കാൻ നിങ്ങളുടെ ആ മനസാക്ഷി എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 1.5 വയസ്സുള്ള ഒരു കൊച്ചിനോട് വൈകാരികമല്ലാതെ, അങ്ങനെ വൈകാരികമായി കാമാവേശത്തോടെ അല്ല, അതെങ്ങനെ പറയാൻ പറ്റിയ? ഒരു കൊച്ചിനെ കാണുമ്പോൾ നമ്മൾ സാധാരണ ചെന്ന് പൊടിക്കൊച്ചു അതിനെ എടുത്ത് സ്നേഹത്തോടെ ലാളിച്ചതിന്റെ ഉമ്മയും കൊടുത്ത് അവനെ എടുക്കുന്നതല്ലാതെ ഒരു 50-53 വയസ്സുള്ള അല്ലെ 55 വയസ്സുള്ള ഒരു മനുഷ്യൻ മുട്ടിലിരുന്ന ഒരു കൊച്ചിനെ കാണുമ്പോൾ ഏത് വികാരത്തിൽ അയാൾ പറയുന്നത്? ഇത് വളർന്നു വലുതൊരു ഇങ്ങനെ പറയുന്നത്, ഇത് വളർന്നൊരു കന്യകയാകുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവളെ കെട്ടുമായിരുന്നു എന്ന് പറയണമെങ്കിൽ ഏത് വികാരം അയാളുള്ള? അപ്പന്റെ വികാരമോ, അതോ 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 സഹോദരന്റെ വികാരമോ, അതോ പിന്നെ അമ്മാച്ചന്റെ വികാരമോ, അതോ ഒരു 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 ഭർത്താവ് ഒരു സ്ത്രീയോട് കാണിക്കുന്ന കാമത്തിന്റെ വികാരം? ഏതാണ് വികാരം ഇയാളുടെ ഉള്ളിൽ വന്നിട്ട് ഇയാൾ ഇത് പറഞ്ഞേ? അത് സാക്ക് ഒന്ന് പറയണം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു വികാരത്തോടെ പുള്ളി പറയാറില്ല, പുള്ളി പറയാറുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. അതിന്റെ തെളിവാണ്, റോഡിലൂടെ ഒരു സ്ത്രീ പോയപ്പോൾ പുള്ളിക്ക് ആ സ്ത്രീയെ കണ്ടപ്പോഴത്തേന് പുള്ളിക്ക് ഇതേ വികാരം ഉണ്ടായി, കാമം ഉണ്ടായി. കഴിഞ്ഞിട്ട് പുള്ളി ഓടി തിരിച്ചു വന്ന് ഒരു തോൽപാത്രം കഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ, തോൽപാത്രം കഴുകുന്ന തന്റെ ഭാര്യ സൈനമെ പിടിച്ച് പെട്ടെന്ന് മുറിക്കകത്ത് കൊണ്ടുപോയി കാര്യം സാധിച്ചു. അള്ളാഹുവിന്റെ അറിയാലോ,
കാര്യം സാധിക്കുക എന്ന് പറയുന്നത്. ചായ കുടിച്ചെന്നോ അല്ലെങ്കിൽ തൗഹീദ് പഠിപ്പിച്ചെന്നൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം. അങ്ങനെ സൈനബെ തൗഹീദ് പഠിപ്പിച്ച് പെട്ടെന്ന് പുള്ളി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് പുള്ളി സഹാബികളോട് പറഞ്ഞു, ഈ പൊട്ടന്മാർ പുറകെ കിടക്കുന്നവരുണ്ട്, അവരോട് പറഞ്ഞു എന്താണെന്നറിയാമോ, നിങ്ങൾക്കും ഇങ്ങനെ സ്ത്രീകളെ കാണാൻ വല്ല വികാരം വരുമെന്ന് ഓടിച്ചെന്ന് ഭാര്യ എടുത്ത് തീർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദിന് ഈ അസുഖം ഉണ്ടായിരുന്നതാണ്. അത് മാത്രമല്ല, ഈ പുള്ളിക്ക് കൊച്ചുങ്ങളോട് വർഗീസ് ആ റെഫറൻസ് കൂടെ പറഞ്ഞേക്കാം. ആ റെഫറൻസ് കൂടെ ഇനി അദ്ദേഹം അത് ഞാൻ വിചാരിക്കും പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങ് ഇട്ട് റെഫറൻസ് കൊടുത്തോ. സഹി ഞാൻ മുസ്ലിം പറഞ്ഞു കഴിഞ്ഞ 1403A. പറഞ്ഞോ ഞാൻ വർഗീസ് പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുത്തു. അടുത്തൊരു കാര്യം പിന്നെന്താണെന്നറിയാമോ, ഈ ആയിഷ കൊച്ച്, നമ്മുടെ ആയിഷ കൊച്ചില്ലേ, ആയിഷ കൊച്ചിനെ കെട്ടുമ്പോൾ ആ കൊച്ചിന് 5 വയസ്സ് 8 മാസമായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ. പിന്നെ അവളെ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ 9 വയസ്സെന്നോ 10 വയസ്സെന്നോ വർഗീസ് ചെറിയൊരു തിരുത്ത്, സോറി, കല്യാണം ഒന്നും പറയല്ലേ, കല്യാണം അല്ല, നിക്കാഹ് കഴിക്കുമ്പോൾ അതിന് 5 വയസ്സ് 8 മാസമായിരുന്നു. പിന്നെ അതിനെ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ കൊച്ചി തന്നെ പറയുന്നുണ്ട് എനിക്ക് 9 വയസ്സോ 10 വയസ്സോ കണ്ടായിരുന്നു പറയുന്നുണ്ട്. അത് അന്ന് മുഹമ്മദിന് 56 വയസ്സോ 57 വയസ്സോ ആയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ വ്യാഖ്യാനം എങ്ങനെയാണ് മുഹമ്മദിന് ചേരുന്നത്? എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇദ്ദേഹം മാതൃകയാണെന്ന് പറയുന്നു, പക്ഷെ എല്ലാത്തിനും മാതൃകയല്ല, ചിലതിനേ ഉള്ളൂ മാതൃക എന്ന് പറയുന്നു. ഏതൊക്കെയാണ് മാതൃക അല്ലാത്ത കാര്യങ്ങൾ? ഇപ്പം ഒറ്റ ഒരു വാക്യം 33:50 അനുസരിച്ച് 11 കെട്ടാനും പിന്നെ നാട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ ഭോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് അതിനകത്ത് മാത്രമേ ഉള്ളൂ, മുഹമ്മദിന് മാത്രമേ ഉള്ളൂ. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് ഈ പെണ്ണ് വിഷയത്തിനകത്ത്, എൻ്റെ പ്രവാചക, നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, ഞാൻ ആ കാര്യത്തിൽ ജാഗരൂകനായിട്ട് സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഭാഷ്യം. പക്ഷെ സാധാരണ മുസ്ലിങ്ങൾക്ക് 4 കെട്ടാൻ പാടുള്ളൂ, അത് ഞാൻ സമ്മതിച്ചു. വേറെ ഏത് വിഷയത്തിലാണ് മുഹമ്മദ് മാതൃക അല്ലാത്തത്? കൊള്ളയടിക്കുന്ന കാര്യത്തിൽ മുഹമ്മദ് നിങ്ങൾക്ക് മാതൃകയാണ്, കൊലപാതകം ചെയ്യുന്ന കാര്യത്തിൽ മുഹമ്മദ് നിങ്ങൾക്ക് മാതൃകയാണ്, അതുപോലെ തന്നെ ബാക്കി ഏത് കാര്യത്തിനും മുഹമ്മദാണ് നിങ്ങളുടെ മാതൃക. ഇതല്ല, മുഹമ്മദ് മാതൃക അല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ സാഖ് ഇവിടെ നിന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഓക്കെ, നിങ്ങൾക്കുള്ള ഉത്തമ മാതൃക മുഹമ്മദിൽ ഉണ്ട്. ലഖദ് കാലനക്കും ഫി റസൂലുള്ളാഹി. ബാക്കിയൊക്കെ വേണമെങ്കിൽ വിശദീകരിച്ച് പറഞ്ഞു തരാം. അപ്പൊ മാതൃക എങ്ങനെ ആയിരിക്കണം എന്ന് മുഹമ്മദ് കാണിച്ചു തന്നത് മാതൃകയല്ല എന്ന് പറയാൻ നിങ്ങൾ അള്ളാഹുവിനേക്കാളും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണോ? 2, മുഹമ്മദിന്റെ എല്ലാ മാതൃകകളും നിങ്ങൾ പിൻപറ്റേണ്ടതില്ല, ഇന്നത് മാത്രം പിൻപറ്റിയാൽ മതി എന്ന് പറയുന്ന ഖുറാനിലെ ആയത്ത് കാണിച്ചു തരാമോ? 3, മുഹമ്മദ് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഖുറാനിക ആയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അള്ളാഹു പറഞ്ഞു മുഹമ്മദ് സകല കാലത്തേക്കുമുള്ള മാതൃക പുരുഷനാണ്, നിങ്ങൾക്ക് ഉള്ള ഉത്തമ മാതൃക പ്രവാചകനാണ്. താങ്കൾ പറയുന്നു അതല്ല. എങ്കിൽ മുഹമ്മദ് മാതൃക അല്ല എന്ന് പറയാൻ താങ്കൾ അള്ളാഹുവിനേക്കാളും ശ്രേഷ്ഠനായ വ്യക്തിയാണോ? 1, മുഹമ്മദിന്റെ ചില മാതൃകകളെ നിങ്ങൾ പിൻപറ്റാവൂ എന്ന് ഖുറാൻ പറയുന്ന ആയത്ത് കാണിച്ചു തരാവോ? ഓക്കെ, ഇനി താങ്കൾ തുടർന്നോളൂ. ഇപ്പൊ മനസ്സിലായാലോ ഞാൻ എന്താണ് നുണ എന്ന് പറഞ്ഞത്? മുഹമ്മദ് ചെയ്തതെല്ലാം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ആയത്തുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നുണ. കാരണം മുഹമ്മദ് എല്ലാത്തിനുമുള്ള മാതൃകയാണ്. ഒരു മുസൽമാൻ മുഹമ്മദിനെ പിൻപറ്റണം എന്ന് അള്ളാഹു പറയുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ സാഖ് ആരാണ്? ഇതാണ് എന്റെ ചോദ്യം. താങ്കൾ ഉത്തരം പറഞ്ഞോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഒന്നാമത്തേത്, എല്ലാവരും കൂടി ഒരു 10 മിനിറ്റുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനൊരു 5 മിനിറ്റെങ്കിലും ആൻസർ പറയാൻ തരണം കേട്ടോ. അപ്പോ താങ്കൾ തെളിവടക്കം കാര്യം പറഞ്ഞോളൂ. താങ്കൾ ഓക്കെ, തെളിവടക്കം പറഞ്ഞ 5 അല്ല, താങ്കൾക്ക് 50 മിനിറ്റ് തരാം. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മുടെ ആദ്യമായിട്ടൊരു അച്ഛൻ സംസാരിച്ചു. അച്ഛൻ എന്നാണ് വിളിച്ചത്. അച്ഛൻ സംസാരിച്ചു. അച്ഛൻ ചോദിച്ചു, കൊലപാതകത്തിന് മുഹമ്മദ് മാതൃകയാണ്, അങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞു. എല്ലാത്തിനും മുഹമ്മദ് മാതൃകയാണെന്ന് പറഞ്ഞു. അതിന് ഒന്നാമതായിട്ട് ഞാൻ മറുപടി പറയാം. കൊലപാതകത്തിന് മാത്രമല്ല, ഏത് രീതിയിലാണോ ഇങ്ങോട്ട് റിയാക്ഷൻ ചെയ്യുന്നത് അതേ രീതിയിൽ അങ്ങോട്ട് റിയാക്ഷൻ ചെയ്യാനും പല വിഷയങ്ങളും മാതൃകയുണ്ട്. പ്രത്യേകിച്ച് ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്ന വലിയൊരു കവി നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം,
ഈ മക്കയിൽ അന്നത്തെ ഖുറൈശികൾ എന്നറിയപ്പെടുന്ന മുശ്രിക്കീങ്ങളായിട്ടുള്ള, അതായത് നബിയുടെ ഇസ്ലാം മതത്തെ ആശ്ലേഷിക്കാതെ നബിയെ കവിതകളിലൂടെ, അന്ന് അറബികൾ വലിയ സാഹിത്യകാരന്മാരായിരുന്നു, അതുകൊണ്ട് വലിയ കവിതകളിലൂടെ നബിയെ ആക്ഷേപിച്ചപ്പോ അതിന് മറുപടിയായിട്ട് ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്ന ഒരു കവിയെ തിരിച്ചു മറുപടി പറയാൻ നബിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കേവലം യുദ്ധത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലോ മാത്രമല്ല, മറുപടി ഇങ്ങോട്ട് വരുമ്പോൾ അതേ റേഞ്ചിൽ തന്നെ തിരിച്ചു മറുപടി പറയാനും അനുവാദം ഇസ്ലാമിലുണ്ട്. പിന്നെ മറ്റുള്ളവർ അങ്ങനെ മറുപടി പറയാത്തത് അവരുടെ മാന്യതയും മര്യാദയും കൊണ്ടാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം പറഞ്ഞത്, പിന്നെ മറ്റൊരു വിഷയം ചോദിച്ചത് നബിതങ്ങൾ ഉത്തമ മാതൃക. ഉത്തമ മാതൃക എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഖുർആൻ മാത്രം കൈക്കൊണ്ട് ജീവിക്കുന്ന ആളുകളല്ല. അത് നമ്മൾ ആ ഒരു വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഖുർആനും ഹദീസും, അതായത് നബിതങ്ങൾ പറഞ്ഞ വചനങ്ങളും, ഈ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിക്കാൻ നബിതങ്ങളുടെ വചനത്തിൽ കൃത്യമായിട്ട് അവസാനത്തെ പ്രസംഗത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വന്നിട്ടുള്ള വിഷയമാണ്. നബിതങ്ങളുടെ ഹജ്ജത്തുൽ വദാ എന്ന് അറിയപ്പെടുന്ന അവസാന പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഖുർആനും തിരുസുന്നത്തും എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ് ഓരോ മുസ്ലിമിന്റെ അടുക്കലും നബി എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഖുർആൻ മാത്രം കൊണ്ട് ജീവിക്കുന്ന ആളുകളല്ല, നബിയുടെ ഹദീസും അവർ പിൻപറ്റുന്ന ആളുകളാണ്. അത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ തിർമിദിയിലെയും അതുപോലെ തന്നെ മറ്റു കിതാബുകളിലെയും മറ്റു പുസ്തകങ്ങളിലെ റെഫറൻസ് ഒക്കെ നിങ്ങൾ പറയാൻ കാരണം അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ട് പല വിഷയങ്ങളും നബിതങ്ങൾ ചെയ്ത പല വിഷയങ്ങളും, അതായത് നബിതങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് ഉണ്ട്. അത് ഖുർആനിൽ തന്നെ വ്യക്തമാണ്. നബിതങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുത് എന്ന് കൃത്യമായിട്ട് ഖുർആനിൽ വന്നിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ വിഷയത്തിൽ അങ്ങനെയില്ല. പിന്നെ ഒരു മര്യാദ എന്ന നിലക്ക് നമ്മൾ മറ്റുള്ള, അതായത് ഗുരുനാഥന്മാരുടെ മുന്നിൽ ഉച്ചത്തിൽ സംസാരിക്കാറില്ല എന്നേ ഉള്ളൂ. പക്ഷേ നബിതങ്ങളുടെ മുമ്പിൽ ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് ഖുർആനിലുണ്ട്. മറ്റുള്ളവർ വിഷയത്തിൽ അങ്ങനെയില്ല. ആ ഒരു വിഷയത്തിൽ നബിതങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ വൈവാഹികമായ വിഷയങ്ങളിലും പ്രത്യേകിച്ച് പ്രിവിലേജ് ഉണ്ട്. പിന്നെ മറ്റൊരു വിഷയം, നബി അങ്ങനെ ചെയ്തതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറയാനുള്ള ഒരു ആൻസർ എന്നുള്ളത്, നബിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിമും മുഹമ്മദ് എന്ന ആ ഒരു വലിയ മഹാനായ വ്യക്തിയെ കാണുന്നത് അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന നിലക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന നിലക്ക് കാണുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, അദ്ദേഹത്തിന്റെ ഓരോ വചനങ്ങൾ. കാരണം ഖുർആനിൽ പറയുന്നുണ്ട്, ഇൻഹുവ ഇല്ലാ വഹ്യു യൂഹ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ആ ആയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിട്ടുമെങ്കിൽ റെഫർ ചെയ്തു, ഞാൻ അറബിയിൽ പറഞ്ഞതേ ഉള്ളൂ. നബിതങ്ങൾ ഒരു കാര്യവും അള്ളാഹു പറയാതെ നബിതങ്ങൾ ഒരു കാര്യവും ഇവിടെ പറയില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു വചനം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പറഞ്ഞിട്ടേ അത് പറയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഖുർആൻ തെളിവാണ്. ഇൻഹുവ ഇല്ലാ വഹി യൂഹ എന്ന് പറയുന്ന ആയത്തിലൂടെ നബിതങ്ങളോട് വഹി അറിയിക്കാതെ ഒരു കാര്യം നബിതങ്ങൾ പറയില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞിട്ട് തന്നെയാണ് നബിതങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നബിതങ്ങൾ മരണപ്പെട്ടു പോയല്ലോ, വിവാഹം കഴിക്കാൻ പറ്റിയില്ലല്ലോ, അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന് പ്രത്യേകിച്ച് ഭംഗം വന്നതല്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യം തന്നെ മണ്ടത്തരാണ്. കാരണം നബിതങ്ങൾ വിവാഹം കഴിക്കും എന്ന് തീർച്ചപ്പെടുത്തി, അല്ലെങ്കിൽ അള്ളാഹു പറയാണ് നിങ്ങൾ വിവാഹം കഴിക്കുമെന്നല്ല പറഞ്ഞത്. അങ്ങനെ വളർന്നു വന്നാൽ വിവാഹം കഴിക്കാൻ സാധിച്ചാൽ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വിവാഹം കഴിച്ചേ തീരൂ എന്ന് അതിനർത്ഥമില്ല. മാത്രമല്ല നബിതങ്ങൾ ചെയ്ത കാര്യങ്ങൾ മുമ്പൊക്കെ പ്രവാചകന്മാർ വന്നിട്ടില്ലേ, മൂസ വന്നിട്ടില്ലേ, ഈസ വന്നിട്ടില്ലേ, അലൈഹി ഇസ്ലാം, ഇവരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് പ്രിവിലേജ് നബിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് മുസ്ലിമിന്റെ ഉത്തരം. കാരണം നബിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഓരോ ഗ്രന്ഥങ്ങളിലും, അതായത് മൂസാ നബി വന്നപ്പോഴും ഈസാ നബി വന്നപ്പോഴും ഇഞ്ചീൽ തൗറാത്ത് പോലെ, അത് ബൈബിൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ വന്നപ്പോൾ അതിനകത്തെല്ലാം കൃത്യമായിട്ട് മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞ രേഖകൾ ഇന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയെ പ്രത്യേകമായിട്ട് ഒരു പ്രിവിലേജ് ഉണ്ട്, മുഹമ്മദ് നബിയെ പിൻപറ്റേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ട് നബിതങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉള്ളതുകൊണ്ട് തന്നെ നബിതങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. 11 ഭാര്യമാരെ വിവാഹം കഴിക്കാൻ നബിതങ്ങൾക്ക് അനുവാദമുണ്ട്. മറ്റൊരു മുസ്ലിമിന് അനുവാദം ഇല്ല എന്ന് വെച്ച് നബിതങ്ങളെ പിൻപറ്റാൻ അങ്ങനെ ഒരു ആയത്ത് വന്നിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ എല്ലാ നബിതങ്ങളെ പിൻപറ്റണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പിൻപറ്റണ്ട എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് തെളിവാ വേണ്ടത്? മുഹമ്മദിനെ പിൻപറ്റാൻ പാടില്ല എന്നുള്ളതിന് തെളിവ്. മുഹമ്മദിനെയാണ്. ഒന്നും വിട്ടത് ഞാൻ പറഞ്ഞുതരാം.
മുഹമ്മദിനെ പിൻപറ്റാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആണെങ്കിൽ ബ്രദറെ എൽ- ജെന്റിൽ ബ്രദറെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു നിങ്ങളെ ജെന്റിൽ ബ്രദർ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഖുർആൻ മാത്രം എടുക്കുള്ളൂ. സാക് ബ്രദറെ ഒരു മുസ്ലിമിനെ സാക് ബ്രദറെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഖുർആനും കേൾക്കൂ. ഹദീസും എടുക്കും സുഹൃത്തെ. സാക് ബ്രദറെ അത് പറയുന്നത് മനസ്സിലായി. കേൾക്കൂ. ഖുറാനിൽ പറഞ്ഞു മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പരിപാടി തീർന്നു. ആ മനസ്സിലായോ? അപ്പൊ പരിപാടി തീർന്നില്ല ഒന്നുകിൽ താങ്കൾ തീർന്നില്ല പറയണം ഖുറാനിൽ തീർന്നിട്ടില്ല. കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെന്നേ, അല്ല, ഖുർആൻ ഒന്നുകിൽ താങ്കൾ പരിപാടി പറയണം തീർന്നിട്ടില്ല. ഖുറാനിൽ. ഞാനല്ല സംസാരിക്കുന്നത്, ജെന്റിൽ തന്നെയാ സംസാരിക്കുന്നത്. ശരി 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 ഞാൻ ഇടയ്ക്ക് ഈ കാര്യം വിശദീകരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താങ്കൾ ഒന്നുകിൽ മനസ്സിലായി, ജെന്റിൽ പറയണം. പറയുന്ന വിഷയം എനിക്ക് മനസ്സിലായി. സാക് ബ്രദറെ ആ പറയുന്നത് ഉം. കേൾക്കൂ. ഒന്നുകിൽ താങ്കൾ പറയണം ഖുറാനിൽ അള്ളാഹു പറഞ്ഞത് തെറ്റിപ്പോയി, മുഹമ്മദിൽ എല്ലാ കാര്യത്തിലും മാതൃകയില്ല, എന്നാൽ ചില കാര്യത്തിൽ മുഹമ്മദിൽ മാതൃകയുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ആരാണ് ശരി. തെറ്റിയത്? ഒന്നുകിൽ താങ്കളാണ് ശരി, അല്ലെങ്കിൽ അള്ളാഹു ആണ് ശരി. ആരോ ഒരാൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. ആരാണത്? കള്ളം പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു നിങ്ങൾ മിനിറ്റ്, ഒരു പറയുന്നത് മിനിറ്റ്, വൺ സെക്കൻഡ്. ഖുർആനിൽ സാക്, തെളിവുണ്ടോ സാക്, എന്നാണ് വെയിറ്റ് എ ചോദിക്കുന്നത്. മിനിറ്റ്, വെയിറ്റ് എ മിനിറ്റ്. ഖുർആനിൽ തെളിവുണ്ടോ നസ്രീൻ എന്നാണ് ബ്രദർ, ചോദിക്കുന്നത്. ഞങ്ങളെ ഇല്ല, ഞാൻ സംബന്ധിച്ചോളം ഖുർആൻ സാക് മാത്രമല്ല തെളിവ്, ഖുർആനും സാക് നബി സാക് തങ്ങളുടെ സാക് തിരുവചനവും ജസ്റ്റ് എ തെളിവാണ്. മിനിറ്റ്. സാക് സാക്ക് ജസ്റ്റ് ഒരു മ്യൂട്ട് മിനിറ്റ്, 1 ഒരു മിനിറ്റ് സെക്കൻഡ്. അല്ലേ സിസ്റ്റർ, ഒരു കാര്യം ഇടയ്ക്ക് പറയാം. നസ്രീൻ ബ്രദർ, എന്തോ പറയാനുണ്ട്. നല്ല രസം. സാക്കെ സാക്ക് ഒരു സാക്കെ മിനിറ്റ് സാക്കെ നിൽക്കൂ സാക്കെ സഹോദര. സാക്കെ സാക്കെ സാക്ക് ഒരു സാക്കെ മിനിറ്റ് നിൽക്കൂ സാക്കെ സഹോദര. താങ്കൾക്ക് ഒരു ഇത്രയും മിനിറ്റ് അവസരം തരുന്നുണ്ടല്ലോ. ഒരു സാക്കെ മിനിറ്റ് നിൽക്കുക. അബൂ ബ്രദർ ഈ ഈ പറയൂ. ഈ സംഭാഷണം എങ്ങും എത്തത്തില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് മാതൃക ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പം പറ്റത്തില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിലേക്ക് നിങ്ങളെ അല്ല, അതവിടെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിൽക്കണമല്ല, അത് ജെന്റിൽ തീർത്ത് ബ്രദർ പോകണം. അല്ല, നിങ്ങൾ പറയട്ടെ. സാക്ക് ഉത്തരം സാക്ക് മുട്ടുമ്പോൾ നിൽക്കട്ടെ എന്നാണ് സാക്ക് പറയുന്നത്. സാക്ക് 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 ഞാനൊന്ന് ഉത്തരം ചോദിക്കട്ടെ. എൻ്റെ മുട്ടുമ്പോൾ നിൽക്കേണ്ട ചോദ്യം ഒന്ന് കാര്യമില്ലല്ലോ. ചോദിച്ചോട്ടെ ഉത്തരം പ്ലീസ്. മുട്ടുമ്പോൾ മുന്നോട്ട് പോവാണ് ചെയ്യേണ്ടത്. പ്ലീസ് പ്ലീസ് ഞാനൊന്ന് ഒരു ചോദിച്ചോട്ടെ. സെക്കൻഡ്, ഒരു സെക്കൻഡ്, അബൂബക്കറെ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, അബൂബക്കറെ ഒരു സെക്കൻഡ്. ഞാനൊരു വിഷയം പറയട്ടെ. ഉത്തമമായ ഒന്ന് മാതൃക മ്യൂട്ട് അല്ലല്ല ചെയ്ത് പറയാൻ അല്ല അല്ല പറയട്ടെ പറയട്ടെ. ഉം. അദ്ദേഹത്തിൽ ഉത്തമമായ മാതൃകയുണ്ട്, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറയുന്ന വചനം ഉണ്ടോ ഇല്ലയോ? ഖുർആനിൽ അതെങ്കിലും പറയുന്നുണ്ട്, പറയാലോ. ഖുർആനിൽ പറയുന്നുണ്ട് നബി തങ്ങൾ ഉസ്വത്തുൻ ഹസനയാണ്, ഉത്തമ മാതൃകയാണ്. ആ അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഞാനൊരു വചനം പറയാം. നിങ്ങൾക്ക് അദ്ദേഹത്തിൽ ഉത്തമമായ മാതൃകയുണ്ട്, ഇങ്ങനെ ഒരു ഖുർആൻ അതെ, വചനമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പൊ ഞാൻ ഞാൻ ഓതിയത്. പറഞ്ഞത് ഈ മുട്ടിലഴയുന്ന കുഞ്ഞു കുട്ടിയെ വിവാഹപ്രായം എത്തുമ്പോൾ അവളെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് 50 വയസ്സോളം പ്രായമുള്ള മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ നബി പറയുമ്പോൾ ആ ഒരു മാതൃക ഉത്തമമായ മാതൃകയാണോ അല്ലയോ? ആ സ്വാഭാവികമായിട്ട് കുട്ടി ചോദിക്കുന്ന. വലുതാവുമ്പോ ആ കുട്ടി വലുതാവുമ്പോ വിവാഹപ്രായം, ഇസ്ലാമികപരമായിട്ട് വിവാഹപ്രായം എത്തിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അതല്ല വിവാഹം ചെയ്യാം എന്ന് ഇസ്ലാമിലുള്ളിടത്തോളം കാലം അങ്ങനെ പറയുന്നത് കൊണ്ട് അല്ല വിരോധമില്ല. ഞാൻ പറഞ്ഞ ഇത്രയാണ്. ഒരു കൊച്ചു കുട്ടിയെ കാണുമ്പോൾ, മുട്ടിലെഴയുന്ന കൊച്ചു കുട്ടിയെ കാണുമ്പോൾ അവളോട് പറയുകയാണ്, നീ വലുതാകുമ്പോൾ നിന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് ഒരു 50 വയസ്സുള്ള ഒരു മധ്യവയസ്കനായിട്ടുള്ള ആൾ 60 പറഞ്ഞാൽ, 60 വയസ്സ്. സോറി ആ സോറി കുട്ടി 60 വയസ്സുള്ള, വലുതാകുമ്പോ അല്ല ഒരൊറ്റ സെക്കൻഡ്, 60 വയസ്സുള്ള ഒരു കുട്ടി, ഒരു മധ്യവയസ്കൻ, അദ്ദേഹം ഈ മുട്ടിലെഴയുന്ന കുഞ്ഞിനോട് പറഞ്ഞാൽ അത് ഉത്തമമായ മാതൃകയാണോ അല്ലയോ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ആ കുട്ടി വലുതാവുമ്പോ വിവാഹപ്രായത്തുമ്പോ വിവാഹം കഴിക്കുക എന്നൊക്കെ വലുതാകുമ്പോ പറയുന്നത് എന്താ ആയിക്കോട്ടെ, ബുദ്ധിമുട്ട് എന്താ? ചെയ്തോട്ടെ. ഇത് ആ ആ കുട്ടിയോട് പറയുക. ആ കുട്ടിയോട് പറഞ്ഞാൽ അത് ഉത്തമമായ മാതൃകയാണോ ആ പ്രവൃത്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് അത് എല്ലാവരും പിൻപറ്റാൻ ഇവിടെ അതെല്ലാവരും ചെയ്യണം എന്ന് ഇവിടെ ആരും അതല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ചോദിച്ചത്. ഞാൻ പിൻപറ്റുന്ന കാര്യം ചോദിച്ചില്ലല്ലോ. അത് നിങ്ങൾ ചെയ്യണമെന്ന് പിൻപറ്റണം. പറഞ്ഞില്ലല്ലോ. ജാക്കെ അത് നിങ്ങൾ ചെയ്യണമെന്ന് പിൻപറ്റണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പറഞ്ഞില്ല. പറയട്ടെ, നിങ്ങൾ പിൻപറ്റണമെന്നല്ല ഞാൻ ചോദിച്ചത്. അത് ഉത്തമമായ മാതൃകയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു മുട്ടിലെഴയുന്ന കുട്ടിയെ 60ഓളം വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്, ഇവൾ വളർന്നു വലുതായാൽ ഇവളെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ അത് ഉത്തമമായ മാതൃകയാണോ അല്ലയോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങൾ ഞാൻ പിന്തുടരുകയോ പറയുന്ന പിന്തുടരാതിരിക്കുകയോ മറുപടിയും ചെയ്തോ? അത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന മറുപടി അത്രേ ഉള്ളൂ. മാതൃക എന്ന് പറഞ്ഞാൽ ഒരാള് നമുക്ക് മാതൃക കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് പിൻപറ്റുക ആ. എന്നുള്ളതാണ്. അത് പിൻപറ്റാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഒരു വിഷയം എൻ്റെ സാക്കെ പൊന്നു സാക്കെ സുഹൃത്തെ സാക്കെ ജാക്കെ, നുണ പറയരുത്, നുണ പറയരുത്. ജനറൽ മുഹമ്മദിന്റെ ബ്രദറെ, മാതൃക പിൻപറ്റാൻ മാത്രമല്ല പറഞ്ഞിട്ടില്ലേ? മറുപടി നുണയനായല്ലോ. ഒറ്റ സെക്കൻഡ്. സാക്ക് ഞാൻ നുണ ബ്രദറെ, പറഞ്ഞ അപ്പ പിടിക്കും, നുണ പറഞ്ഞ സാക്ക് അപ്പ ബ്രദറെ, പിടിക്കും. സാക്ക് ബ്രദറെ, അങ്ങനൊന്നും പിടിക്കാൻ പറ്റൂല നിങ്ങളെ സുഹൃത്ത്. ഒറ്റ സെക്കൻഡ്. സാക്ക് ഇപ്പൊ ഉത്തരത്തിലേക്ക് വരും. സാക്കെ, ഞാൻ പറഞ്ഞല്ലോ, സാക്ക് പിന്തുടരുകയോ പിന്തുടരാതിരിക്കുകയോ ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രവൃത്തി ഉത്തമമായ ഒരു പ്രവൃത്തിയാണോ എന്നെങ്കിലും പറ. ഉത്തമമായ പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചു മറുപടിയായിട്ട് പറയണ കേട്ടോട്ടാ. ഉത്തമമായ പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല.
മനസ്സിലായില്ല? അത് അങ്ങനെ ഉത്തമമായ പറയുന്നത് കൊണ്ട് തെറ്റില്ല. പ്രവൃത്തിയാണ് അല്ലെ? അത് ഉത്തമമായ പ്രവൃത്തിയാണ്. ഒരു ഉത്തമമായ കൊച്ചുകുട്ടിയെ മാതൃക എന്ന് പറയുന്നതും ഉത്തമമായ പ്രവൃത്തി മാതൃകയല്ലല്ലോ. രണ്ടാണ് ഞാൻ സുഹൃത്തെ. മാതൃക വിട്ടു. ഒരു കൊച്ചു പെൺകുട്ടി മുട്ടിലിഴയുന്ന പ്രായത്തിലുള്ള കുട്ടിയെ കണ്ടിട്ട് 60 വയസ്സുള്ള ഒരാൾ പറയുകയാണ്, ഞാൻ ഇവള് വളർന്നു വലുതായി, ഇവളെ ഞാൻ നിക്കാഹ് ചെയ്യും. ഇത് ഉത്തമമായ ഒരു പ്രവൃത്തിയാണോ? നിങ്ങൾ പറയൂ, ഉത്തമമായ പ്രവൃത്തിയാണോ? അതാ എൻ്റെ ചോദ്യം. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഉത്തമമായ ആണ്. പ്രവൃത്തി ആ, എന്ന് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഉത്തമമായ പ്രവൃത്തി എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉത്തമമായ മാതൃകയിലേക്ക് നിങ്ങൾ വരുന്നത്. അത് എന്തെങ്കിലും മാതൃകയാണ് ഇവിടെ ആയിക്കോട്ടെ. ആരോടും Okay, one പറഞ്ഞിട്ടില്ല. സഹോദര second. നിങ്ങളത് പിന്തുടരില്ലെന്ന് എനിക്കറിയാം. ഈ അബു ബ്രോ ഒരുമാതിരി ഒരു വൃത്തികേട്. മിനിറ്റ്, ഒരു മിനിറ്റ് ബ്രോ. സാക്കെ, ഞാൻ ഇങ്ങനെ ചോദിക്കാം. അബു ബ്രദർ ചോദിച്ചാൽ ഞാൻ എന്റെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ അബു ബ്രദർ ചോദിച്ചു കഴിഞ്ഞ് ചോദിക്കാം, സാക്ക് 60 വയസ്സുള്ളപ്പോൾ മുട്ടിലെഴയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടാൽ നീ വലുതാവുമ്പോൾ നിന്നെ ഞാൻ നിക്കാഹ് കഴിക്കാം എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്ന മുഹമ്മദിന്റെ മാതൃക പിൻപറ്റുമോ ഇല്ലയോ? ആ മാതൃക പിൻപറ്റാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പക്ഷെ പിൻപറ്റേണ്ട എന്റെ ആവശ്യമില്ല. പൊന്നെ, ചോദ്യം അതല്ല, പറ്റുമോ ഇല്ലയോ? ചോദ്യം അത് തന്നെയാണ്. താങ്കൾ പിൻപറ്റുമോ ഇല്ല? മുഹമ്മദിന്റെ മാതൃക താങ്കൾ പിൻപറ്റുമോ ഇല്ലയോ? ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞോ, ഇതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. പക്ഷെ എന്റെ മുഹമ്മദിന്റെ പൊന്ന് മാതൃക ഹബീബി, ഞാൻ അതന്നെ പറയണത്. മുഹമ്മദിന്റെ മാതൃക ഈ വിഷയത്തിൽ പിൻപറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിൻപറ്റേണ്ട ഒരു ഞാൻ ചോദിച്ചത് താങ്കൾക്ക് നിർബന്ധിതാവസ്ഥയും ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? പിൻപറ്റുമോ ഇല്ലയോ? യെസ് ഓർ നോ? ഞാനൊരു ഒറ്റ വിഷയം ചോദിച്ചോട്ടെ. നിങ്ങളിപ്പോ ഈ എന്റെ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ പൊന്ന് ഇറങ്ങി ഹബീബി, പോകുമോ ഇല്ലയോ? ഞാൻ ചോദിക്കണ മറുപടി എന്ന് പറയാമോ? ഞാൻ എനിക്ക് മറുപടി അദ്ദേഹത്തിന് ചോദ്യം മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം, ചോദ്യം അതായത് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ വ്യക്തമായി ചോദിക്കാം. ഒരു മിനിറ്റ് ഇതിലെ ചോദ്യം ഒരു മിനിറ്റ്. ഇതാ ഈ പ്രവൃത്തി ഇത് മാതൃകയാക്കാൻ പറ്റുന്നതാണോ? അത് പറഞ്ഞാൽ മതി. ഈ ലോകത്തിന് അത് മാതൃകയാക്കാൻ പറ്റുന്നതാണോ? അതാ ചോദ്യം. ഈ ലോകത്തിന് മാതൃകയാക്കാൻ പറ്റുന്നതാണെന്ന് മാതൃകയാക്കാൻ ഇവിടെ ആരോടും അത് പറഞ്ഞിട്ടില്ലല്ലോ. മാതൃകയാണോന്നേ ഉണ്ട് ചോദിച്ചു. ഉണ്ട് ഉണ്ട് ആക്കാൻ ഉണ്ട് ഉണ്ട് പറ്റുന്നതോ മാതൃകയാക്കാൻ ചോദിച്ചു. പറഞ്ഞിട്ടുണ്ട്, മാതൃകയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം മാതൃകയാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? റെഫറൻസ് ഈ കാര്യം സൂറത്തുൽ ഈ കാര്യമല്ല, എല്ലാ കാര്യവും മുഹമ്മദിന്റെ ജീവിതം, മുഹമ്മദ് നിങ്ങൾക്കൊരു മാതൃക, ഈ കാര്യം മാതൃകയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ റെഫറൻസ് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുപോവാ. പാടില്ലാത്തിന്റെ റെഫറൻസ് ഇല്ലല്ലോ. നിങ്ങൾ അവിടെ നിൽക്ക്. അവിടെ വേറെ ആരും ഇടപെടില്ല. ഞാൻ കുറെ നേരം ഇവിടെ ഇരിക്കണം. ഞാനും ഉണ്ട് ഇവിടെ. ഒരു മിനിറ്റ്, അവിടെ നിൽക്ക്. സാക്ക് അവിടെ നിൽക്ക്. സാക്ക് ഉരുളല്ലേ? മുഹമ്മദിൽ നിങ്ങൾക്ക് ഉത്തമം. സാക്കെ ഉരുളല്ലേ? സാക്കെ എത്ര ഉരുണ്ടാലും നടക്കൂല. ഞാൻ ഇല്ലാത്ത സാക്കെ അവിടെ നിൽക്ക്. തെളിവ് വേണ്ടത്. സാക്ക് പറയാനുള്ള പറയും. സാക്ക് കേട്ടോളൂ. സാക്കിന് ഞാൻ സമയം തരും. സാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ജെന്റിൽ ബദറെ ഒരു സെക്കൻഡ്. ജാക്ക് കൂട്ടുകാരൻ, നിങ്ങൾ ഒരാൾ പറയാൻ പറയുന്ന ഇടയ്ക്ക് കയറാതിരിക്കൂ. എത്ര പ്രാവശ്യം പറഞ്ഞു? നിങ്ങൾ സൗണ്ട് കേൾക്കുന്നു, ഒരാളുടെ സൗണ്ടേ കേൾക്കുന്നുള്ളൂ, പിന്നെ അല്ലെങ്കിൽ ആർക്കും കേൾക്കുന്നില്ല. അതുകൊണ്ട് പ്ലീസ് ജെന്റിൽ പറഞ്ഞിട്ട് ജാക്ക് സംസാരിക്കൂ. പറഞ്ഞോളൂ ജെന്റിൽ. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മുഹമ്മദ് മുസ്ലിമീങ്ങൾക്ക് ഉത്തമ മാതൃകയാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ സാക്ക് പറയുകയാണ്, അല്ല, മാതൃകയല്ല, മുഹമ്മദിന്റെ കാര്യങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന്. ഖുർആൻ പറയുന്നതാണോ സാക്ക് പറയുന്നതാണോ ശരി? ദേണ്ട് കിടക്കുന്ന പിന്നെ ഖുർആൻ പറയുന്നതാണ്. ദേണ്ട് കിടക്കുന്ന ഈ ഞാൻ നിങ്ങൾ പറഞ്ഞ താങ്ക് യു. എന്നാ പറയട്ടെ. അപ്പൊ മുഹമ്മദിന്റെ മാതൃക എന്നെ കൊണ്ട് പിന്നെയും ചോദിപ്പിക്കുക അദ്ദേഹം. ഇത് സൂറത്തുൽ അഹ്സാബിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, എല്ലാ കാലത്തേക്കും എല്ലാവർക്കുമുള്ള മാതൃക മുഹമ്മദിൽ ഉണ്ട്. അപ്പൊ മുഹമ്മദ് മാതൃകയാണെങ്കിൽ മുഹമ്മദിന്റെ കാര്യങ്ങൾ ഒരു മുസൽമാൻ പിൻപറ്റണം എന്ന് ഖുർആൻ. കാരണം മാതൃകാ പുരുഷനാണല്ലോ, അതാണല്ലോ റോൾ മോഡൽ. അപ്പൊ റോൾ മോഡൽ പിൻപറ്റരുത് എന്ന് ഈ സാക്ക് പറയുന്നു. എനിക്ക് ഖുർആൻ പറയുന്നതാണോ സാക്ക് പറയുന്നതാണോ ശരി, സത്യം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പറയാം. ഖുർആനിൽ പറയുന്നു ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് എല്ലാവർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാതൃകയാണ്. ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കുന്നത് പോലെ കേവലം ഖുർആൻ മാത്രം എടുക്കുന്നവരല്ല. ഖുർആനും
തിരുനബിയുടെ ഹദീസും വചനങ്ങൾ എടുക്കുന്നവരാണ്. ആ വചനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയമാണ്, നബിതങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും മാതൃകയാക്കാൻ പറഞ്ഞിട്ടില്ല. നബിതങ്ങൾ മാതൃകയാക്കാൻ പറഞ്ഞ വിഷയങ്ങളും ഖുർആൻ ചെയ്യ് എന്ന് പറയുന്ന വിഷയങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ നബിതങ്ങൾ ഈ ചെയ്തൊരു കാര്യം അത് അദ്ദേഹത്തിന്റെ നബിതങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വിഷയമാണ്. അത് നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ച് അതിനകത്തിൽ തെറ്റില്ല. പക്ഷെ അത് ചെയ്യണം എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. മനസ്സിലായല്ലേ? ഒരു കാര്യം ചെയ്യ് എന്ന് പറയുന്നതും ഒരാൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യവും അത് മറ്റുള്ളവർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ തീരുമാനം. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ, ജെന്റിൽമാൻ പറഞ്ഞതുപോലെ, ഖുർആൻ പറയുന്നു ഉത്തമ മാതൃകയാണെന്നോ, ജാക്കു പറയുന്നു അങ്ങനെയല്ല, പിൻപറ്റേണ്ട ആവശ്യമില്ല. ചെയ്താൽ തെറ്റില്ല. ഈ വിഷയത്തിൽ ചെയ്താൽ എന്താ തെറ്റ്? പ്രായപൂർത്തിയാകുമ്പോ അല്ലല്ല, ഇദ്ദേഹം ഒരു കള്ളത്തരം പറഞ്ഞു. സാക്ക് ഒരു കള്ളത്തരം പറഞ്ഞു. സാക്ക് ഒരു കള്ളത്തരം പറഞ്ഞ് ഞാനുണ്ട് സാക്കിപ്പോ പറഞ്ഞ മഹാകള്ളത്തരം. കള്ളത്തരം എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഒരു മിനിറ്റ്, ജിബോയെ ഇതൊക്കെ ജാക്കിനെ വിടുന്നില്ല. ഞാൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ഭയങ്കരമായിട്ടൊരു ഒഴിഞ്ഞു മാറലും ഒരു തക്കിയുമാണ്. എന്റെ ചോദ്യത്തെ അദ്ദേഹം അഡ്രസ് ചെയ്തതുപോലെ